കേരളത്തിലേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. കൊച്ചി വിമാനത്താവളം വഴിയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ പിടിച്ചത് 85 കിലോഗ്രാമിലേറെ കഞ്ചാവെന്ന് കണക്കുകൾ. ലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും അന്വേഷണത്തിന് എക്സൈസ് വകുപ്പിന് പരിമിതികൾ ഏറെയാണ്. മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതും സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് അത് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വാർത്തകൾ നേരത്തെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മേക്കപ്പ് മാൻ ഇത്തരത്തിലുള്ള കഞ്ചാവുമായിട്ട് പിടിക്കുന്ന സംഭവങ്ങളുണ്ടായി. കൊച്ചി വഴിയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് കടത്ത് നടത്തുന്നത്. 85 കിലോയോളം കഞ്ചാവ് അടുത്ത കാലത്ത് തന്നെ പിടിച്ചു എന്നുള്ളത് കണക്ക്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സൈസ് വകുപ്പിന് ജീവനക്കാരുടെ കുറവുണ്ട്. ഏറ്റവും ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ അവർക്കില്ല. ഈ പരിമിതികളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും പിടികൂടുന്നത്. ജിജീഷ്. ശരിയാണ് വിനോദ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ തോതിലുള്ള പരിമിതികൾ ഒരു ഭാഗത്ത് നേരിടുന്നു. മറുഭാഗത്ത് വിവിധ തരം ലഹരികൾ, ഏറ്റവും വീര്യം കൂടിയ ലഹരികൾ തന്നെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു പശ്ചാത്തലവുമാണ്. അത് തടയാനുള്ള യാതൊരു നടപടികളിലേക്കും കടക്കാൻ സേനാബലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. സാങ്കേതിക സംവിധാനങ്ങളുണ്ട്, ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല, സൈബർ സംവിധാനങ്ങളെ പൂർണ്ണമായും തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നെല്ലാമുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് അത് വലിയ ഒരു വിപത്തായി തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും വിമാന മാർഗമാണ്, വിമാനത്താവളങ്ങളിലൂടെയാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കടത്ത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കണക്കുകൾ വെച്ച് മാത്രം 10 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇത്തരത്തിൽ പിടികൂടിയത്. അത് തായ്വാനിൽ നിന്നെല്ലാമാണ് ഈ ലഹരികൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയിരുന്നത്. പിന്നീട് അതിന് വീര്യം കൂട്ടാൻ വേണ്ടി മറ്റ് ലഹരി വസ്തുക്കൾ കൂടി ഹൈബ്രിഡ് കഞ്ചാവിൽ ചേർക്കുന്നു അല്ലെങ്കിൽ കലർത്തുന്നു എന്നുകൂടി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വ്യാപകമായും കിലോ കണക്കിനും എത്തുന്നുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി തന്നെ DRAയും ഒപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എല്ലാം ഒരു ഭാഗത്ത് നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നു. എന്നാൽ മറുഭാഗത്ത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം എക്സൈസും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പിടിക്കുന്നുണ്ട് എങ്കിൽ കൂടി വ്യാപകമായ ഒരു പരിശോധനകളിലേക്ക് കടക്കാൻ എക്സൈസിന് കഴിയുന്നില്ല. അവിടെ പരിമിതിയായിട്ടുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ അംഗബലം, സേനാബലം തന്നെയാണ്. പലപ്പോഴും 5 പോലീസ് സ്റ്റേഷനുകൾക്ക് വരെ ഒരു എക്സൈസിൻ്റെ ഒരു റേഞ്ച് മാത്രമാണ് ഉള്ളത്. ആ റേഞ്ചിലെ ഏതാനും ഉദ്യോഗസ്ഥർ വേണം ഈ അന്വേഷണങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകാനും പരിശോധനകൾക്കും ദിവസേനയുള്ള റൊട്ടീൻ പരിശോധനകൾക്കും എല്ലാം തന്നെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്റ്റേഷൻ പരിധികൾ വരുമ്പോൾ സ്വാഭാവികമായും കാര്യക്ഷമമായ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ കഴിയാറില്ല. ശരി ജിജീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.